എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. 5 വർഷം മുമ്പ് ഞാനൊരു വൈദ്യരുമായി ഫോണിലൂടെ സംസാരിക്കാൻ ഇടയായി. അന്ന് വൈദ്യർ എന്നോട് പറഞ്ഞു, നിങ്ങളെ കണ്ണിന് കാഴ്ച കിട്ടും, എനിക്ക് പ്രതീക്ഷയുണ്ട്, നമുക്കൊന്ന് ചികിത്സ നടത്തി നോക്കിയാലോ, നിങ്ങൾ വരൂ. ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അരമണിക്കൂർ നേരം ഞങ്ങൾ ഫോണിലൂടെ എൻ്റെ കണ്ണുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിച്ചു. എനിക്കന്ന് വൈദ്യനിൽ വലിയ വിശ്വാസം തോന്നിയില്ല. കാരണം മോഡേൺ മെഡിസിൻ തള്ളിക്കളഞ്ഞൊരു കേസാണ്. പിന്നെ ഒരു നാട്ടുവൈദ്യൻ വിചാരിച്ചാൽ എന്ത് നടക്കാനാ? അങ്ങനെ ചിന്ത അന്ന് എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. ഫോൺ വെച്ചു. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. വർഷങ്ങൾ പിന്നിട്ടു. 2025 ഡിസംബർ 9 പെട്ടെന്ന് എനിക്കൊരു ഉള്ളുവിളി ഉണ്ടായി. കാരണമുണ്ട്. ഇതിനിടയ്ക്ക് ഈ വൈദ്യര് ഒരുപാട് വീഡിയോസ് എനിക്കിങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ചികിത്സിച്ചിട്ട് കാഴ്ച കിട്ടിയ ആളുകളുടെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഉള്ളുവിളി ഉണ്ടായത്. എന്തുകൊണ്ട് എനിക്ക് ഇയാളടുത്ത് പോയിക്കൂടാ? കാഴ്ച കിട്ടിയാലോ? ഒന്നും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇയാളെ വിളിച്ചിട്ട് ഞാൻ ഡേറ്റ് ചോദിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ഏത് ദിവസമാണ് വരേണ്ടത്? വൈദ്യര് എനിക്കൊരു ദിവസം തന്നു. ആ ദിവസം ഡിസംബർ 11 ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും ഡ്രൈവറുമായ ഷൈജുവും കൂടി രാവിലെ വൈദ്യരുടെ അടുത്തേക്ക് വണ്ടിയെടുത്തു. നാഷണൽ ഹൈവേ വഴി ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയിലുള്ള ഒരുപാട് കാഴ്ചകൾ ഷൈജു ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം കാഴ്ച കിട്ടിയാലോ, എനിക്കും ഈ കാഴ്ചകളൊക്കെ കാണാലോ. ഈ നാഷണൽ ഹൈവേയിലെ പല കാഴ്ചകളും ഷൈജു പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകവും അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ഈ കാഴ്ചകളെല്ലാം തിരിച്ചു വരുമ്പോൾ എനിക്കും കാണാൻ പറ്റുമല്ലോ. തിരിച്ചു വരുന്നത് ഞാൻ കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ടാകും. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ ഞാൻ മനസ്സിൽ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പൊന്നാനി എത്തിയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടലിൽ കയറി. സൂപ്പർ പൊറാട്ട. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റുള്ളൊരു പൊറാട്ടയും മീൻകറിയും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയമ്പലം സെൻറ്ററിലാണ് ഈ ഒരു വൈദ്യരെ വീടുള്ളത്. വഴിയമ്പലം സെൻറ്ററിലെത്തിയ സമയത്ത് ആളുകളോട് ചോദിച്ചു. പെട്ടെന്ന് ഒരാൾ ഞങ്ങളെ വണ്ടിയിലേക്ക് കയറി. വിട്ടോളൂ, ഞാൻ വൈദ്യരെ വീട്ടിൽ എത്തിച്ചേരാം. ഇയാൾ വണ്ടി കയറി. അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയമൊക്കെ പറയാൻ തുടങ്ങി. സംസാരിച്ച് ഞങ്ങൾ വൈദ്യരെ വീട്ടിലെത്തി. ഈ വൈദ്യരെ വീട്ടിലെത്തിയപ്പം ഷൈജുവിന് ഇല്ലാത്തൊരു പേടി. കാടിൻ്റെ ഉള്ളിലാണ് ഈ വീട് ഇരിക്കുന്നത്. ചെറിയൊരു ഓടിട്ട വീടാണിത്. ചുറ്റുഭാഗം നെല്ലുകളും കാടും നിറഞ്ഞിരിക്കുന്നു. 12:30 മണിക്ക് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. വൈദ്യര് ഉടൻ തന്നെ 1 മണി ആകുമ്പോഴേക്ക് ചികിത്സ ആരംഭിച്ചു. വൈദ്യർ കിടക്കാൻ പറഞ്ഞു. ഞാൻ കിടന്നു. വൈദ്യര് ഓരോ മരുന്നുകളും എൻ്റെ കണ്ണിലേക്ക് ഒഴിച്ചു കൊണ്ടിരുന്നു. 2 കണ്ണിലേക്കും മരുന്നുകൾ ഇങ്ങനെ ഒഴിച്ചു കൊണ്ടിരുന്നു. ഓരോ തുള്ളി മരുന്നും കണ്ണിലേക്ക് ഉറ്റി വീഴുമ്പം ഞാൻ കിടന്ന് പെടയാൻ തുടങ്ങി. കാരണം അത്രയും നീറ്റലുണ്ടായിരുന്നു ആ മരുന്നിന്. കണ്ണിലേക്ക് മാത്രമല്ല, മൂക്കിലേക്കും വൈദ്യര് മരുന്നൊഴിച്ചു കൊണ്ടിരുന്നു. നല്ലൊരു ആശ്വാസം കിട്ടി. 6 മണിക്കൂർ നീണ്ടു നിന്ന ചികിത്സ. നല്ല ആത്മാർത്ഥതയുള്ള ഒരു വൈദ്യര്. 6 മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ അവർ എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. നല്ലൊരു ചികിത്സയായിരുന്നു, നല്ലൊരു പരിഗണനയായിരുന്നു. 2 മണി സമയത്ത് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി ഇറങ്ങി. ആ ഭാഗത്ത് എവിടെയും ഊണ് കിട്ടാനില്ല. പല ഹോട്ടലുകളിലും ഞങ്ങൾ ചോദിച്ചു. അവിടെയൊക്കെ ഉള്ളത് നെയ്ച്ചോറ്, ബിരിയാണി, നെയ്ച്ചോറ്. ഇതാണ് ഹോട്ടൽക്കാർക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനൊരു ഹോട്ടൽക്കാരോട് ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ ഊണ് വെക്കാത്തത്? ഇടത്തേക്ക് ഇയാൾ പറഞ്ഞു, ഊണ് വെച്ചാൽ എന്താ കിട്ടുക? ഊണിനേക്കാളും ഞങ്ങൾക്ക് ലാഭം ബിരിയാണിയാണ്. അത് ഇയാൾ നിഷ്കളങ്കമായി പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായത്, ഊണിനേക്കാളും ഹോട്ടൽക്കാർക്ക് ലാഭം കിട്ടുന്നത് ബിരിയാണിയിലാണെന്ന്. അങ്ങനെ അത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റും ഇപ്പോൾ വെള്ളവും കുടിച്ച് വീണ്ടും ഈ വൈദ്യരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി. വീണ്ടും ചികിത്സ ആരംഭിച്ചു. വൈകുന്നേരം 6-7 മണി വരെ ഈ ചികിത്സ തുടർന്നു. ചികിത്സ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വരികയാണ്. തിരൂരെത്തിയ സമയത്ത് ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് നല്ല തണുപ്പുള്ള സമയം. ഞങ്ങൾ രാത്രി 11 മണിക്കാണ് വീട്ടിലെത്തുന്നത്. എൻ്റെ വീട്ടിൽ പോലും അറിയിക്കാതെയാണ് ഞാൻ പോയത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം അയൽവാസികളൊക്കെ വീടിന് മുറ്റത്ത്. എന്തായി കണ്ണ് കാഴ്ച കിട്ടിയോ? എല്ലാവരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അയൽവാസികൾ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. കുടുംബക്കാരൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ
എല്ലാവർക്കും അറിയേണ്ടത് കണ്ണിന് കാഴ്ച കിട്ടിയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.